ഹലോ സ്റ്റുഡൻസ്, 9th സ്റ്റാൻഡേർഡിലെ മോഷൻ എന്ന ചാപ്റ്ററിലെ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an object has moved through a distance. Can it have zero displacement? If yes, support your answer with an example. ഒരു ഒബ്ജക്റ്റ് കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്, അതിന് സീറോ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് യെസ്, സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് ആൻ എക്സാമ്പിൾ. സീറോ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിബിൾ ആണ് അല്ലേ? സീറോ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിബിൾ ആണ്. എപ്പോഴാണ്? ഇഫ് എൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം എ പോയിൻറ്റ് ആൻഡ് റീച്ചസ് ദ സെയിം പോയിൻറ്റ് അല്ലേ? റീച്ചസ് ബാക്ക് ദ സെയിം പോയിൻ്റ്. ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അതേ സ്ഥലത്ത് തന്നെ വീണ്ടും തിരിച്ചെത്താൻ പറ്റുവാണെങ്കിൽ അവിടെ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആവും. അതായത് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും കോയിൻസൈഡ് ചെയ്യുന്ന എല്ലാ കേസിലും ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണ്. പർട്ടിക്കുലറായിട്ട് നിങ്ങൾ സർക്കുലർ മോഷൻ എക്സാമ്പിൾ കൊടുക്കാം കേട്ടോ. പർട്ടിക്കുലറായി കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം, സർക്കുലർ മോഷൻ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഇഫ് ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് ദ object coincides, then displacement will be equal to 0. Okay. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് ഇതും കൂടി ഒന്ന് നോക്കാം, കാരണം ഇതൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇറ്റ് കനോട്ട് ബി സീറോ. ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആവാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആവാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് വൺ ഫാൾസ് ആണ്. ഓക്കെ. Its magnitude is greater than distance travelled by the object. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാണെന്നാണ് പറയുന്നത്. നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണല്ലേ? അപ്പോൾ ഒരിക്കലും എന്താവില്ല? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസിനേക്കാളും ഒരിക്കലും കൂടുതലാവില്ല. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻ്റ് ആണ്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻ്റ് ഒരിക്കലും ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാവില്ല. അറ്റ്മോസ്റ്റ് എത്ര വരെ വരാം? ഈക്വലായിട്ട് വരാം അല്ലേ? ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വലായിട്ട് വരാം. ഒരിക്കലും ഡിസ്പ്ലേസ്മെൻറ്റ് ലെസ് ദാൻ ഡിസ്റ്റൻസ്, ഒരിക്കലും ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആവില്ല. അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാവില്ല. അപ്പോൾ ഇതും ഫോൾസ് തന്നെയാണ്. ഇനി എ ഫാർമർ മൂവ്സ് അലോങ് ദ ബൗണ്ടറി ഓഫ് എ സ്ക്വയർ ഫീൽഡ് ഓഫ് സൈഡ് 10 meter in 40 seconds. What will be the magnitude of displacement of the farmer at the end of 2 minutes 20 seconds from his initial position? ഇവിടെ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പം കുട്ടികൾക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ കാണാറുണ്ട്. അതായത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ 10 meter എന്ന് പറയുന്നത് എന്താ? ബൗണ്ടറി ഓഫ് ദ സ്ക്വയർ ഫീൽഡ് ആണോ? അല്ല കേട്ടോ. സ്ക്വയർ ഫീൽഡ് ഓഫ് സൈഡ് 10 meter എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ക്വയർ ഫീൽഡിൻ്റെ സൈഡിൻ്റെ ലെങ്ത്താണ് 10 meter. ഓക്കെ. ഒരു സ്ക്വയർ ഫീൽഡ് ഉണ്ട്. ഈ സ്ക്വയർ ഫീൽഡിൻ്റെ ബൗണ്ടറിയിലൂടെ ഫാർമർ മൂവ് ചെയ്യുന്നു. ഇവിടെയുള്ള സൈഡിൻ്റെ ലെങ്ത്താണ് 10 meter. ഓക്കെ. ഇനി ഈ ഒരു ബൗണ്ടറി ഒരു തവണ ട്രാവൽ ചെയ്ത് വരാൻ എത്ര എടുക്കുന്നു? 40 seconds എടുക്കുന്നു എന്ന് പറയുന്നു. 40 seconds. ഒരു തവണ ട്രാവൽ ചെയ്യാൻ 40 seconds വേണം. അതായത് 40 seconds എത്രയാണ് ആക്ച്വലി ട്രാവൽ ചെയ്യുന്നത്? 10 + 10 + 10 + 10 40 meter. 40 seconds 40 meter ആണ് ട്രാവൽ ചെയ്യുന്നത്. 40 seconds 40 meter. ഓക്കെ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2 minutes 20 seconds ശേഷം എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനുമാണ് അറിഞ്ഞിരിക്കേണ്ടത് അല്ലേ? 2 minutes 20 seconds. 2 minutes 20 seconds. അപ്പോൾ ടൈം 2 minutes 20 seconds എന്ന് പറയുമ്പോൾ ഇവിടെ ടൈമിൻ്റെ യൂണിറ്റ് മിക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? SI യൂണിറ്റ് സെക്കൻഡാണ്, ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
സെക്കൻഡിലേക്ക് മാറ്റണം. കാരണം ഇവിടെയുള്ള ഇൻഫർമേഷനും നമുക്ക് സെക്കൻഡ് തന്നെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് കമ്പയർ ചെയ്യോ ആഡ് ചെയ്യോ അങ്ങനെ എന്ത് ചെയ്യണമെങ്കിലും എല്ലാം ഒരേ ടൈപ്പ് ഓഫ് യൂണിറ്റിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള മിനിറ്റിനെ നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റാം. 1 മിനിറ്റ് 60 സെക്കൻഡാണ്. അപ്പോൾ 2 മിനിറ്റ് 2 × 60 120 സെക്കൻഡ് എന്ന് കിട്ടും. 120 സെക്കൻഡും 2 മിനിറ്റ് 20 സെക്കൻഡാണ്. 2 മിനിറ്റ് 20 സെക്കൻഡാണ്. അപ്പോൾ 120 + 20 140 സെക്കൻഡ് എന്ന് കിട്ടും. 120 + 20 140 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അതായത് 140 സെക്കൻഡിൽ എവിടെ എത്തും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 140 സെക്കൻഡിൽ എവിടെ എത്തും? അപ്പോൾ ഒരു സ്ക്വയർ ബൗണ്ടറി ട്രാവൽ ചെയ്യാൻ 40 ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ 80 സെക്കൻഡിൽ 2 തവണ ട്രാവൽ ചെയ്യും. 40 സെക്കൻഡിൽ 1 തവണ, 80 സെക്കൻഡിൽ 2 തവണ. 3 4s are 120, 3 4s are 12, 3 40s are 120. അപ്പോൾ നെക്സ്റ്റ് 40 സെക്കൻഡിലും കൂടി എന്ത് ചെയ്യും? ഒരു റൗണ്ടും കൂടി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ 140ക്കകത്ത് ശരിക്ക് 3 40 സെക്കൻഡ്സ് ഉണ്ടല്ലോ, 3 40 സെക്കൻഡ്സ് ഉണ്ട് അല്ലേ? 3 40 സെക്കൻഡ്സ് ഉണ്ട്, അതായത് 120 സെക്കൻഡ്. പിന്നെ എത്ര ബാക്കിയുണ്ട് 140 കിട്ടാൻ? 20 സെക്കൻഡും കൂടി വേണം. ഇങ്ങനെയല്ലേ ഉള്ളത്? അപ്പോൾ 120 സെക്കൻഡിൽ 3 റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ ഒരു 20 സെക്കൻഡിലോ 40 സെക്കൻഡ് എടുത്തിട്ടാണ് ഒരു സ്ക്വയർ ബൗണ്ടറി കംപ്ലീറ്റ് ചെയ്യുന്നത്. 40 സെക്കൻഡ് എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ പകുതി സമയമല്ലേ ഇത്? 20 സെക്കൻഡ്. അപ്പോൾ 20 സെക്കൻഡ് എടുത്തിട്ട് പകുതി ട്രാവൽ ചെയ്യാൻ പറ്റും. അതായത് 40 സെക്കൻഡ് എടുത്താൽ ഫുള്ള് അല്ലേ? 40 സെക്കൻഡ് എടുക്കുമ്പോൾ ഫുള്ളാണ് ട്രാവൽ ചെയ്യുന്നത്. അതിൻ്റെ പകുതി സമയം എന്ന് പറഞ്ഞാൽ ഇതാ ഇത്ര വരെ മാത്രമേ അതിന് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ ഇതാണ്, ഫൈനൽ പൊസിഷൻ ഇതാണ്. ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ സ്ക്വയർ ഫീൽഡിൻ്റെ ഡയഗണൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പൈത്തഗോറസ് തിയറം പഠിച്ചിട്ടുണ്ട്. പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇനീഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ പോയിന്റ്. ഇതാണ് കണ്ടുപിടിക്കേണ്ട ഈ ലെങ്ത്ത്. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു പേര് കൊടുക്കാം, എ ബി. എ ബി എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ അതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. സൈഡ് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 10 and 10 ആണല്ലേ? സൈഡ് എത്രയാണ്? 10 and 10 ആണ്. പൈത്തഗോറസ് തിയറം പ്രകാരം എ ബി സ്ക്വയർ, ഹൈപ്പോട്ന്യൂസിൻ്റെ സ്ക്വയർ എത്രയായിരിക്കും? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. അപ്പോൾ ഇവിടെ ബേസും ഹൈറ്റും 10ഉം 10ഉം തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എ ബി ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ അല്ലേ? 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ. എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ. ഓക്കെ, 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടുക? 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ, 10 സ്ക്വയർ 100 ആണ്. അപ്പോൾ 100 + 100 200 എന്ന് കിട്ടും അല്ലേ? 200 എന്ന് കിട്ടും. എ ബി എത്രയായിരിക്കും? അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് എടുക്കുക, 200ൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ ഇത്രയും മീറ്ററാണ് എ ബിയുടെ ലെങ്ത്ത്, അതായത് ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഷോർട്ടാക്കാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും മാർക്ക് കിട്ടും. അതായത് √200നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? √200നെ ഒന്ന് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ജസ്റ്റ് എ മിനിറ്റ്. നെ നമുക്ക് 2 × 100 എന്ന് എഴുതാം അല്ലേ? √200 ആയിരുന്നു. അപ്പോൾ √2 × √100 എന്ന് എഴുതാം. √100നെ നമുക്ക് 10 എന്ന് എഴുതാമല്ലോ. √100 10 ആണ്. √2നെ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 10√2 എന്ന് നമുക്ക് വേണമെങ്കിൽ ആൻസറായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ അതായിരുന്നു ന്യൂമറിക്കൽ പ്രോബ്ലം. ഓക്കെ, ദെൻ
ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. ഇതെല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡിന് ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് വിത്ത് എ ഡയറക്ഷനാണ്, അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. സ്പീഡിനെ നമുക്ക് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയാം, വെലോസിറ്റീനെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഓക്കെ, അതേപോലെ രണ്ടിൻ്റെയും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ഇനി അണ്ടർ വാട്ട് കണ്ടീഷൻസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ആവറേജ് സ്പീഡ്. അതായത് വെലോസിറ്റിയും സ്പീഡും ഈക്വലായി വരണമെങ്കിൽ ആ ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിലായിരിക്കണം ട്രാവൽ ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ പാത്ത് അല്ല, മാഗ്നിറ്റ്യൂഡ് ചിലപ്പോൾ ഈക്വൽ ആയിരിക്കും, പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് അല്ല എങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഡയറക്ഷനിൽ ചേഞ്ച് വരും. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ പാത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി വാട്ട് ഡസ് എൻ ഓഡോമീറ്റർ ഓഫ് എൻ ഓട്ടോമൊബൈൽ മെഷേഴ്സ്? ഇതെല്ലാവർക്കും അറിയുന്നതാണ്, ചെറിയ ക്ലാസ്സിലും പഠിച്ചിട്ടുള്ളതാണ്. ഓഡോമീറ്റർ നമ്മൾ വെഹിക്കിൾസിലാണ് കാണുന്നത്. ഓഡോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. സ്പീഡ് മെഷർ ചെയ്യാൻ നമ്മൾ സ്പീഡോമീറ്ററാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി വാട്ട് ഡസ് ദ പാത്ത് ഓഫ് എൻ ഒബ്ജക്റ്റ് ലുക്ക് ലൈക്ക് വെൻ ഇറ്റ് ഈസ് ഇൻ യൂണിഫോം മോഷൻ? യൂണിഫോം മോഷനിലായിരിക്കുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ പാത്ത് എഗെയിൻ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതൊക്കെ മിക്കവാറും സ്ട്രെയിറ്റ് ലൈൻ മോഷൻ്റെ കേസ് തന്നെയാണ്. അപ്പോൾ യൂണിഫോം മോഷനിൽ ഒബ്ജക്റ്റ് വിൽ ബി ട്രാവലിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അല്ല എങ്കിൽ ദർ വിൽ ബി ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓക്കെ, ദെൻ another numerical problem. During an experiment, a signal from the spaceship reaches the ground station in 5 minutes. What was the distance of the spaceship from the ground station? കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ്. The signal travels at the speed of light, that is 3 × 10⁸ meter per second. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാണ്. പറഞ്ഞിരിക്കുന്നത് ഒരു സിഗ്നലിൻ്റെ കാര്യമാണ്. സിഗ്നൽ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം ഇവിടെ തന്നിട്ടുണ്ട്. സിഗ്നൽ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം 5 മിനിറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, 5 മിനിറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഉടനെ നമ്മളിതിനെ SI യൂണിറ്റിലേക്ക് മാറ്റണം. 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡാണ്. 1 മിനിറ്റ് 60 സെക്കൻഡ്. അപ്പോൾ 5 മിനിറ്റ് 5 × 60 ദാറ്റ് ഈസ് 500 സെക്കൻഡ്. 500 സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, 500 സെക്കൻഡാണ് ടൈം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇത്രയും സിമ്പിളാണ്, നിങ്ങൾ വേഗം തന്നെ ആൻസർ ചെയ്യും. ഇവിടെ നമുക്ക് മാർക്ക് പോകാനും തെറ്റാനും ഉള്ള ചാൻസ് ഇരിക്കുന്നത് ഇതിലാണ്. നമ്മൾ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് ചിലപ്പോൾ ഈ യൂണിറ്റ് കൺവേർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകും. ഓക്കെ, ഇനി സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് ഈസ് ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. എല്ലാ സ്ഥലത്തും നിങ്ങൾ യൂണിറ്റ് എഴുതണം. യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ മാർക്ക് കട്ട് ചെയ്യും. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡാണ് സ്പീഡ്. കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണല്ലോ. ഏതായിരുന്നു ഇക്വേഷൻ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? വെലോസിറ്റിയും ടൈമും മൾട്ടിപ്ലൈ ചെയ്യുക. വെലോസിറ്റിയും ടൈമും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 500 സെക്കൻഡും 3 × 10⁸ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, V × T. D ഈസ് ഈക്വൽ ടു V × T. ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 3 15 വരും. 1500 × 10⁸. യൂണിറ്റ് എന്താണ്? ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ മീറ്റർ × 10⁸ മീറ്റർ. ഇത്രയും എഴുതിയാൽ മതിയാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് 1500നെ 1.5 × 10⁻³ എന്നൊക്കെ മാറ്റി എഴുതി ആൻസർ വേണമെങ്കിൽ മാറ്റി എഴുതാം. അങ്ങനെ എഴുതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇങ്ങനെ എഴുതിയാലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വരുന്നത് ഗ്രാഫുകളാണ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ. അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.